ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ ദൈവവചന സന്ദേശം കേൾക്കുവാൻ കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ ഞാൻ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഉൽപ്പത്തി പുസ്തകം 50-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം, ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു, ധൈര്യപ്പെടുത്തി. യാക്കോബിന്റെ മകനായ യോസേഫിന്റെ ആശ്വാസവചനങ്ങളാണ് നാം ചിന്തിച്ചത്. യോസേഫ് പറയുകയാണ്, ഞാൻ നിങ്ങളെ പോറ്റി സംരക്ഷിക്കും, നിങ്ങൾ ഭയപ്പെടരുത്, ഞാൻ നിങ്ങളെ സംരക്ഷിക്കാം, ഞാൻ നിങ്ങൾക്ക് ആഹാരം നൽകാം. ഒരു സംരക്ഷണത്തിന്റെ കവചം ഒരുക്കാൻ തക്കവണ്ണം ദൈവം യോസേഫിനെ ഉപയോഗിക്കുകയാണ്. കഷ്ടതയുടെ, കയ്പുനീരിൻ്റെ, വേദനയുടെ, കണ്ണുനീരിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടന്നുപോയ യോസേഫിന് എങ്ങനെ തൻ്റെ എതിരാളികളോട് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ, ദൈവികമായ ഒരു സാന്നിധ്യം തൻ്റെ പഴയകാല എതിരികളെയെല്ലാം മറന്നുകൊണ്ട് തൻ്റെ സഹോദരങ്ങളാണെന്നുള്ള ഉത്തമ ബോധ്യത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് യോസേഫ് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഡു നോട്ട് ഫിയർ, ഐ വിൽ പ്രൊവൈഡ് യു ആൻഡ് യുവർ ലിറ്റിൽ വൺസ്. നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും ഞാൻ ഭക്ഷണം തന്ന് സഹായിക്കാം, ആശ്വസിപ്പിക്കാം. ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ കുടുംബങ്ങൾക്കകത്ത്, ഓരോ ദേശങ്ങൾക്കകത്ത് ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുക്കാറുണ്ട്. യോസേഫിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച ഭൂലോകം മുഴുവൻ വന്ന ക്ഷാമം ദൈവം നേരിടുവാൻ തക്കവണ്ണം യോസേഫിന് കൊടുത്ത ദൈവിക ദർശനപ്രകാരം യോസേഫ് കടന്നു പോകുമ്പോൾ തന്നെ കൊല്ലുവാൻ, തന്നെ വകവരുത്തുവാൻ കാത്തുനിന്ന് ആ പദ്ധതികൾ ഒരുക്കിയ, അതിനുവേണ്ടി എല്ലാം ചെയ്ത അതേ സഹോദരങ്ങളുടെ കരങ്ങൾ അവരുടെ ജീവന് വേണ്ടി, തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താൻ നോക്കിയവർക്ക് തൻ്റെ സഹോദരങ്ങളുടെ ജീവനെ മടക്കി കൊടുക്കുന്ന യോസേഫ്. ന്യായാധിപന്മാരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ഓരോ കാലഘട്ടങ്ങളിൽ തൻ്റെ ജനത്തെ അടിമനുഖത്തിൽ നിന്ന്, പിശാചിന്റെ കെണിയിൽ നിന്ന്, ശത്രുരാജ്യത്തിൻ്റെ അധീനതയിൽ നിന്ന് വിടുവിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, അവർ അധ്വാനിക്കുന്നത് അവർ അനുഭവിക്കുവാൻ ദൈവം ന്യായാധിപന്മാരെ, ജഡ്ജസിനെ ദൈവം തിരഞ്ഞെടുത്തു. പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അന്യദേശത്തിൻ്റെ സ്വഭാവങ്ങൾ പഠിച്ച് അന്യരാജ്യത്തിൻ്റെ ദേവന്മാരുടെ ആരാധിച്ച് അങ്ങനെ ദൈവ വഴി വിട്ടുപോയ ദൈവമനുഷ്യനെ ദൈവികമായ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രവചനാത്മാവ് നൽകി ദൈവം തൻ്റെ ദാസന്മാരെ ഉപയോഗിച്ചു. പ്രിയമുള്ളവരെ, രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വന്നപ്പോൾ ദൈവം രാജാക്കന്മാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. എന്തിനെല്ലാം പറഞ്ഞാലും എന്തിനു വേണ്ടിയാണ് ദൈവം ഓരോ കാലഘട്ടങ്ങളിൽ ഓരോരുത്തരെ എഴുന്നേൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ, തൻ്റെ ജനത്തിന് നായകന്മാരായി നിന്നുകൊണ്ട് തൻ്റെ ജനത്തെ സംരക്ഷിച്ച് ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ. പരാജയപ്പെട്ടവരാണ് ഭൂരിഭാഗവും. ഇവിടെ യോസേഫിന്റെ വാക്കുകൾ നിഴലിക്കുന്നത്, തൻ്റെ ജീവൻ എടുക്കുവാൻ നോക്കിയവർക്ക് ജീവൻ കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, ജീവൻ നിലനിർത്താൻ അപ്പം കൊടുക്കുന്ന യോസേഫ്. അതല്ലേ ആ ക്രൂശിൽ കാണുവാൻ കഴിയുന്ന ആ ദൈവസ്നേഹം. ക്രൂശിക്ക ക്രൂശിക്ക എന്ന് അരുളി ചെയ്തവരോട്, ഞാൻ ആടുകളുടെ ഇടയനാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നോക്കുക, തല മുതൽ പാദം വരെയും കോമളത്വമില്ലാത്തവനായി, വ്യസനപാത്രമായി, നിന്ദിതനായി,
രോഗം ശീലിച്ചവനായി നമ്മുടെ അകൃത്യങ്ങളെ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി തകർന്ന ആ കുഞ്ഞാടിൻ നമുക്ക് വേണ്ടി ഇന്നും വാദിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവം, ആ ദൈവം നമ്മളോട് പറയുന്നു, യോസേഫിന് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ മാത്രമേ സഹായം തരാൻ കഴിയത്തുള്ളൂ. അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ സഹായം കൊടുക്കാൻ കഴിയത്തുള്ളൂ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളത് എന്നരുളി ചെയ്ത ദൈവം ഭൂമിയിലുള്ള സകല ചരാചരങ്ങളെയും പോറ്റുവാൻ, പുലർത്തുവാൻ, ഭംഗി കൊടുക്കുവാൻ ആ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നാം ഏത് തകർന്ന അവസ്ഥയിലായിരുന്നാലും ഒരു കാര്യം ഓർക്കുക. അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാട് പുസ്തകം തുടങ്ങുമ്പോൾ 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആരംഭവും അവസാനവുമാകുന്ന കർത്താവ്. നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണം, എൻ്റെ ദൈവമാണ് സകലത്തിൻ്റെയും ആരംഭം. ഗ്രീക്ക് ആൽഫബറ്റിൻ്റെ 2 ലെറ്റേഴ്സ്, അതിൻ്റെ ആദ്യത്തെ ലെറ്ററും അവസാനത്തെ അക്ഷരവും ആണ് ദൈവം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനെ കാണിക്കുന്നു? ഞാൻ അറിയാതെ ഒന്നുമില്ല, ഞാനില്ലാത്തതൊന്നുമില്ല. ദൈവമാണ് നമ്മുടെ സുപ്രീം, നമ്മുടെ അധികാരി. ആ അധികാരിയുടെ അറിവിലില്ലാത്ത ഒരു കാര്യവും എൻ്റെ ജീവിതത്തിലില്ല. ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ, എൻ്റെ ദൈവം അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിലില്ല. എന്ന് വെച്ചാൽ കഷ്ടപ്പെടുന്ന തൻ്റെ സഹോദരങ്ങൾക്ക് നീട്ടിക്കൊടുത്ത യോസേഫിൻ്റെ കരം പോലെ ദൈവം യോസേഫിന് പോലെ നിൽക്കുന്നു, യോസേഫിന് പകരം നിൽക്കുന്നു. അല്ല, ദൈവത്തിന് പകരം യോസേഫ് നിൽക്കുന്നു എന്ന് ചിന്തിക്കുക. ആ നിലവാരത്തിൽ നാം ചിന്തിച്ചാൽ യോസേഫിൻ്റെ കരങ്ങൾ തീരുന്നതാണ്, ബലഹീനമാണ്. പക്ഷെ ഒരു ബലവാനായ ദൈവം നമ്മളോട് പറയുന്നു, ഞാനാണ് നിങ്ങളുടെ സുപ്രീം അതോറിറ്റി, സോവറിൻ അതോറിറ്റി. ഞാനില്ലാതെ, എൻ്റെ അറിവിലില്ലാത്ത ഒരു കാര്യവും ഇല്ല. ദൈവത്തിൻ്റെ പരിപാലനത്തിനകത്ത് എല്ലാ വ്യക്തികളും വരുന്നു, സകല ചരാചരങ്ങളും വരുന്നു, എല്ലാ സംഭവങ്ങളും വരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ ഒരു തന്മാത്ര പോലും ദൈവത്തിൻ്റെ പരിധിക്ക് പുറത്തല്ല പ്രിയരെ. എവ്രി മൊളിക്യൂൾ, അതെല്ലാം ദൈവത്തിൻ്റെ അധികാര പരിധിക്കകത്താണ്. വിശ്വസിക്കാൻ കഴിയുമോ? എനിക്ക് വേണ്ടിയുള്ള നന്മ എവിടെയുണ്ടെന്ന് കണ്ടെത്തി എന്നെ പോറ്റുവാൻ എൻ്റെ ദൈവം മതിയായ ദൈവമാണ്. എനിക്ക് വേണ്ടിയുള്ള ഹീലിങ്ങിന് എന്നെ എവിടെ എത്തിക്കണമെന്നും എവിടെ ആ ദൈവത്തിൻ്റെ സ്പർശനം എൻ്റെ മേൽ പകരണമെന്നും അറിയുന്നൊരു ദൈവമാണ്. ഡോക്ടർ നിങ്ങളെ ചികിത്സിക്കണമെങ്കിൽ എന്തുമാത്രം ചെക്കപ്പുകൾ എടുക്കണം, പരിശോധനകൾ, സ്കാനിങ്ങുകൾ, MRI, എക്സ്റേ, എവറിത്തിങ്. പക്ഷെ യേശു നിങ്ങളെ തൊട്ടാൽ, അതുകൊണ്ട് കർത്താവ് പറയുന്നു, ദൈവം അറിയാത്ത ഒരണു പോലും എൻ്റെ ജീവിതത്തിലില്ല. പറയാൻ നമുക്ക് കഴിയുമോ? വിശ്വസിക്കാൻ കഴിയുമോ? എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന, ചലിക്കുന്ന, ജീവനുള്ള എല്ലാ കോശങ്ങളും എൻ്റെ സ്വർഗം അറിയുന്നു. പ്രിയരെ, വിശ്വസിക്കുക, എൻ്റെ കർത്താവ് ആൽഫയാണ്, ഒമേഗയാണ്. ദൈവം അറിയാത്ത ഒന്നുമില്ല. ആ ദൈവത്തിൻ്റെ കരം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.